നമസ്കാരം. നമ്മളെല്ലാവരും മാതാപിതാക്കളുടെ സംരക്ഷണയിൽ പഠിച്ചു വളർന്ന് ജോലി സമ്പാദിച്ച് ലോകത്തിൻ്റെ പല കോണുകളിൽ ജീവിക്കുന്നു. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു കഴിയുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ പശ്ചാത്തലമാക്കി TKM എഞ്ചിനീയേഴ്സ് അവതരിപ്പിക്കുന്നു അമ്മച്ചി ഒരുമ്പെട്ടാൽ. ശ്രീകുട്ടി അമ്മച്ചിയോട് വളരെ മയത്തി ചോദിക്കണം. ഓ, എന്തൊരു സ്നേഹം! ഇങ്ങനെ ശ്രീകുട്ടി നിന്ന് കല്യാണത്തിന് മുമ്പേ എൻ്റെ പുറകെ നടന്നപ്പോൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒന്ന് പോ അവിടുന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ വിളിക്കാറുള്ളതാ, നീ ശ്രദ്ധിക്കാത്തതാ. നീ അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ വരുന്ന കാര്യം. ഞാൻ 2-3 ദിവസമായി വിളിക്കുന്നു, അമ്മച്ചി ഫോൺ എടുക്കുന്നില്ല. ആ, ഇപ്പൊ രാവിലെ 8 മണിയല്ലേ ആയുള്ളൂ. അമ്മച്ചി വീട്ടിൽ കാണും. നീ ആ ബെല്ലൊന്നടിച്ചേ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. ദൈവമേ, വന്ന കാര്യം നടക്കണേ. അമ്മച്ചി നല്ല മനസ്സോടെ 35 ലക്ഷം തരണേ. ആ അളിയ, എന്തായി? ആ, സംസാരിച്ചോ? ഹണി റോസോ ഓക്കെ ആണോ? ഓ, എനിക്ക് വയ്യ. സണ്ണി ലിയോണാ? ആ ഡീറ്റിൽ കേരളത്തിലാ? ഓ, എത്ര കൊടുക്കേണ്ടി വരും? ഞാൻ ഏറ്റു. ഇതോടെ ഞാൻ ബോച്ചെ കടത്തി വെട്ടു. എന്റെ ഹരിശ്രീ ബാർ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ ഹണി റോസും സണ്ണി ലിയോണും ജനമിളകി മറയും. ഈ കൊല്ലം ടൗണിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കും ഈ ഹരി. ഹണി, സണ്ണി, ഇങ്ങ അടുത്തോട്ട് നിന്നോളൂ. കം ക്ലോസർ യാ. I don't mind touching, huh? Come on, let's cut the ribbon together, yeah? ഹരിയേട്ടാ, ഹണി എന്താ വിളിച്ചേ? എന്താ വിളിച്ചേ? ഹണി എന്നോ? ഒന്നുകൂടെ വിളിക്കേ. ഹണി, വീട് പൂട്ടിക്കിടക്കുക, അമ്മ ഇവിടെ ഇല്ല. സാരമില്ല, ഞാൻ ഓടിളക്കി വരാം. എന്തിന്? നീ ആയിരുന്നോ? ഹരിയേട്ടാ, അമ്മ ഇവിടെ ഇല്ല, വീട് പൂട്ടിക്കിടക്കുക. അവരവിടെ പോയി? നീ ഫോണിൽ വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചു, എടുക്കുന്നില്ല. ചിലപ്പോ നിന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി കാണും. ഒന്ന് വിളി. ആ, റിങ് ഉണ്ട്. ആ, സുരേഷ് ഏട്ടാ, അമ്മ എവിടെ ഉണ്ടല്ലോ അല്ലേ? അമ്മ എവിടെ ഇല്ലേ? അമ്മ എവിടെ പോയി? വിളിച്ചിട്ട് എടുക്കുന്നില്ല. എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വാ. അവനോട് ഉടനെ വരാൻ പറ. അമ്മയെ കണ്ടാലല്ലേ കാശ് കിട്ടൂ. കൊച്ചിയിലോട്ട് പോവാണോ? പാരിപ്പള്ളി എത്തിയോ? എനിക്കെന്തോ പേടിയാവുന്നു. കുറേ ദിവസമായി അമ്മയെ കോണ്ടാക്ട് ചെയ്തിട്ട്. ഇനി എവിടെ പോയി തപ്പും? ഇനി കാശ് എവിടുന്ന് ഒപ്പിക്കും? അമ്മയെ കാണാനില്ല, അപ്പോഴാ കാശ്. എവിടെ പോണു? क्या मैम साहब? ഓ, ബംഗാളിയാണോ? मैं बंगाली नहीं हूँ, मैं उड़ीसा से हूँ. तू किधर था रहा है? ആഹാ, നിന്റെ ഹിന്ദി അടിപൊളിയാണല്ലോ. मैं यहाँ बगीचे में काम करने आया हूँ. अम्मा है क्या? अम्मा नहीं है, കാണാനില്ല. तुझे मालूम अम्मा कहाँ है? नहीं, मुझे नहीं मालूम. ഞാൻ 2 हफ्ते पहले നാട്ടിൽ പോയിരിക്കുന്നു. ഇനി ഇവരെ എവിടെ പോയി തപ്പും? ആരെയാ വിളിച്ച് ചോദിക്കാൻ? हाँ मैम साहब, याद है.
मैं जाने के पहले अम्मा मेरे को एक गेट टुगेदर का बात बोला था. ഗെറ്റ് ടുഗെദറോ? അമ്മയാ? ഇവൻ പറയുന്നതിൽ എന്തോ പന്തികേടുണ്ടല്ലോ ഹരിയേട്ടാ. സുരേഷേട്ടാ, ഈ അമ്മ ഇതെവിടെ പോയി കിടക്കുക? അതിരിക്കട്ടെ, നിങ്ങൾ എന്താ രാവിലെ ഇവിടെ? ഞങ്ങൾ അമ്മയെ കാണാൻ വന്നതാ. ഇവൻ അമ്മ ഏതോ ഗെറ്റ് ടുഗെദറിന് പോയെന്ന് പറഞ്ഞു. എനിക്കെന്തോ അങ്ങോട്ടൊരു വിശ്വാസമാകുന്നില്ല. അമ്മ ഗെറ്റ് ടുഗദറിനാ? നടുവേദനയും കാലുവേദനയുമായി വടിയും കുത്തിപ്പിടിച്ച്? അതെന്തോ കുഴപ്പമുണ്ട്. ചേട്ടൻ ഇങ്ങി വാ. ചേട്ടാ, ഇവനെ എനിക്ക് വിശ്വാസമല്ല. ചേട്ടൻ പോലീസിനെ വിളി. പോലീസ് ഇപ്പോൾ വരും. നീ വിഷമിക്കണ്ട. അമ്മ ഏതെങ്കിലും വീട്ടിൽ പോയതായിരിക്കും. എടാ സുരേഷേ, കണ്ട മൈൻഡ് ഒന്നും ഇല്ലല്ലോ. സുഖാണോ? TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ MH ഉണക്കച്ചപ്പാത്തിയും പരിപ്പും തിന്നു കടന്ന നിന്നെ വീട്ടിൽ കയറ്റിയതിന് ഞാൻ അനുഭവിച്ചതല്ലേ. കൂടുതൽ അന്വേഷണം വേണ്ട. ആഹാ, ചേട്ടാ, ചേച്ചിക്ക് സുഖമാണോ? ഓ, ഷീ ഈസ് വെരി ബിസി, യു നോ. ഇൻസ്റ്റയിൽ 1 million ഫോളോവേഴ്സായി. കൂടെ വന്നിട്ടുണ്ട്. അവിടെ ഒരു വള്ളിച്ചെടി കണ്ടു. അതിൻ്റെ മുന്നിൽ നിന്ന് റീൽ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ കാണാറുണ്ട് ചേച്ചിയുടെ എല്ലാം. ചേച്ചി ഭയങ്കര ഫേമസ് അല്ലേ? ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞു നിൽക്കുകയല്ലേ? ഓഹ്, ഇവിടെ എന്തൊരു ചൂടാ. ടു ഹോട്ട്. ഐ കാൻ ബെയർ ദിസ് വെദർ, യു നോ. പണ്ട് ക്ലാസ് കട്ട് ചെയ്ത് എൻ്റെ ബൈക്കിൽ നട്ട വെയിലത്ത് കൊല്ലം ബീച്ചിന് പോയി മലർന്ന് കിടന്നവനാ. ഇപ്പൊ ചൂടാണ് പോലും. What did you say? അല്ല, ഇപ്പൊ ബീച്ചിലൊക്കെ നല്ല ചൂടാണെന്ന് പറഞ്ഞതാ. റുക്കു, കം ഹിയർ ഡാർലിംഗ്. വെറുതെ വെയിൽ കൊണ്ട് ടാൻ ആവണ്ട. ചൂട് മാത്രമാണെങ്കിൽ സഹിക്കാം. ഇത് പൊടിയും അഴുക്കും. സോ ഡേർട്ടി യു. കുറ്റിച്ചറ സ്റ്റാറ് മൂട്ടകടിയും കൊണ്ടിരുന്ന് സിനിമ കണ്ടവനായി. ഡേ, MH കക്കൂസി കമന്ന് കിടന്ന് വാള് വെച്ചപ്പോ അവിടെ ഒന്ന് ഡേർട്ടി അല്ലായിരുന്നോ? അത് പോട്ടെ. സുരേഷ്, നിന്നെ കണ്ടത് ഏതായാലും നന്നായി. ഞങ്ങളുടെ ബാർ ഹോട്ടൽ 2 ആഴ്ചക്കകം ഉദ്ഘാടനം നടക്കും. നീ വരണം. അയ്യോ, സോ സോറി മാൻ. അടുത്ത ആഴ്ച ഞാൻ സിംഗപ്പൂരിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോവുക. 2 weeks കഴിഞ്ഞേ വരൂ. $1 million സിംഗപ്പൂർ ഡോളേഴ്സിൻ്റെ ഒരു ഡീൽ സൈൻ ചെയ്യാനുണ്ട്. എത്ര? Just $1 million. After that, to Dubai to close an apartment at Burj Khalifa. വെറും പുളു. യവൻ പണ്ടേ ഇങ്ങനെയാ. നിന്ന നിപ്പിൽ ഒരൊറ്റ തള്ളു. യവൻ അറിയപ്പെട്ടിരുന്നത് തന്നെ തള്ളു സുരേഷ് എന്നാ. തെള്ളൊന്നും ആയിരിക്കില്ല, സത്യമായിരിക്കും. എന്നാ നീ നോക്കിക്കോ. സുരേഷേ, ഉദ്ഘാടനം ഹണി റോസാണ്. നിനക്ക് സിംഗപ്പൂര് പോണ്ടേ? ഹണി റോസിനെ ഞാൻ ഒറ്റയ്ക്ക് ഡീല് ചെയ്തോളാം. ആര്? ഹണി റോസും പിന്നെ സണ്ണി ലിയോണും. സണ്ണി ലിയോണോ? ഹണി റോസ? അളിയാ, നിനക്ക് സിംഗപ്പൂര് പോവണ്ടേ? എന്നാലും ഞാൻ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ നീ വരാതിരുന്നത് മോശമായിപ്പോയി. സാരമില്ല, ഐ വിൽ മാനേജ് ദ ലേഡീസ്. സുഹൃത്തെ, മൈ ഫ്രണ്ട്, നിന്റെ ഈ നല്ല മനസ്സ് ഞാൻ കാണാതെ എത്ര $1 million സൈൻ ചെയ്തിട്ട് എന്ത് കാര്യം? സാരമില്ലടാ, നീ സിംഗപ്പൂര് പോയിക്കോ. നിനക്ക് ഞാൻ ഹണി റോസും സണ്ണി ലിയോണുമായിട്ടുള്ള സെൽഫി അയച്ചു തരാം. ഇല്ല, ഈ നല്ല മനസ്സ് കാണാതിരുന്നാൽ നിന്റെ പ്രിയ സുഹൃത്തെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്ത് കാര്യം? ഞാൻ നിന്റെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് തലേന്നേ വന്നിരിക്കും, കട്ടായം. എങ്ങനെയുണ്ട് നിന്റെ സേട്ടൻ സുരേഷ്? ഹളിയ, നമ്മൾ ഇത്ര അടുത്ത സ്ഥിതിക്ക് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നീ
നീ ഇങ്ങനെ എന്നെ ഒരുമാതിരി ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് അന്യനാക്കാതെ. യുവർ വേർഡ് ഇസ് മൈ കമാൻഡ് മാൻ. എന്നാ ഡാലിയ, നിന്റെ ബെൻസ് കാറിൽ ഒരു ഗസ്റ്റിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം. ബെൻസാ? അയ്യോ, ആ നശിച്ച കാറിന് പണി വരാൻ കണ്ട സമയം. പൊന്നളിയാ, അതിൻ്റെ എഞ്ചിൻ പണിയായിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ അടുത്ത ആഴ്ച കൊടുക്കാൻ. ഞാൻ വേറെ വണ്ടി അറേഞ്ച് ചെയ്തോളാം. എന്നാലും നീ ഒരു സഹായം ചോദിച്ചിട്ട്. സാരമില്ല, സണ്ണി ലിയോനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഞാൻ വേറെ വണ്ടി അറേഞ്ച് ചെയ്തോളാം. എന്ത്? സണ്ണി ലിയോണിനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനോ? ആ, നീ ആയോണ്ട്, നീ ചോദിച്ചോണ്ട് ഞാനും ബെൻസ് കാറും എയർപോർട്ടിൽ എത്തിയിരിക്കും, ഉറപ്പ്. അപ്പൊ വണ്ടിയുടെ പണി? അത് വിട്, അതൊന്നും കുഴപ്പമില്ല. സണ്ണി ലിയോണിൻ്റെ മാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ. അല്ല ഹണി, രുക്കു. Oh, I was taking a reel and these ants came from nowhere and bit me. Oh, hi guys. അമ്മയെ കിട്ടിയോ? ഇല്ല, പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ 1 million FB ഫോളോവേഴ്സിന് ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. They will do anything for me, you know. ചേച്ചിക്ക് സുഖമാണോ? കുറേ നാളായല്ലോ. ഭയങ്കര ബിസിയാ. ഡെയിലി I have to post 2-3 reels. I cannot disappoint my followers. They crave for it, you know. അമ്മ ഒരാഴ്ച മുന്നേ ഏതോ ഗെറ്റ് ടുഗെദറിന് പോയെന്നാണ് ബംഗാളി പറഞ്ഞത്. Do you know where the get together was? നോ. 1 week ago she went for a get together and she hasn't contacted you or nobody has seen her? Suresh, do you know if she had a crush at school or college? What? I have seen a lot of news of get together runaways. ഗെറ്റ് ടുഗെദർ റൺവേയാ? Get together runaway. അമ്മച്ചി ഈ വയസ്സുകാലത്ത് ഒളിച്ചോടാനോ? ചതിച്ചോ എൻ്റെ ഭഗവതി? ഓ നോ 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 നോ, ഷീ വോണ്ട് ഡു ദാറ്റ്. Then where is she? Why is she not picking up the calls? എന്റെ ഹോട്ടൽ ഉദ്ഘാടനം, ഹണി റോസ്, സണ്ണി ലിയോൺ. എൻ്റെ തല കറങ്ങുന്നു. ഇത് അമ്മ, എന്താ എല്ലാരും കൂടി ഇവിടെ? അമ്മ ഇതെന്താ ഇങ്ങനെ? എന്നാലും അമ്മ ഇങ്ങനെ ഞങ്ങളോട് ചെയ്യരുതായിരുന്നു. ഏ? ആരാണമ്മേ എന്റെ വകയിലമ്മാവൻ? എന്തോന്ന്? ആരാണമ്മ എൻ്റെ വകയിലച്ച? വകയിലച്ചനോ? നിനക്കെന്താ വട്ടായോ? അമ്മ എവിടെയായിരുന്നു ഇത്ര ദിവസം? എത്ര ദിവസം? അമ്മ എവിടെ പോയി? ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ഗെറ്റ് ടുഗെദറിന് ഒരാഴ്ച മുന്നേ പോയി. അമ്മയ്ക്കൊന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ? അതെ, പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇവിടെ കാണാതായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ. ഓ, നിങ്ങളുടെയൊക്കെ ഫോണിൽ ഗെറ്റ് ടുഗെദറിന് പോകുന്നതിൻ്റെ തലേന്നും പോകുന്ന ദിവസവും വിളിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടും എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അത് പിന്നെ ബിസിനസ് മീറ്റിംഗ് ആകുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ബിസിയല്ലേ. സ്വന്തം തള്ളയുടെ മിസ്ഡ് കോൾ കണ്ടാൽ വിളിക്കാൻ പറ്റാതെ എന്ത് ബിസിയാടാ നിങ്ങൾക്കുള്ളത്? ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചാ ഞാൻ നിന്നെ ഇവളെയും പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. ഇപ്പം നിങ്ങൾക്ക് അമ്മയോട് സംസാരിക്കാൻ ഒരു മിനിറ്റ് പോലും ഇല്ല. ബിസി. പുറത്ത് നിൽക്കണ്ട, എല്ലാവരും അകത്തേക്ക് വാ. ആരാ ഇവരൊക്കെ? പേടിക്കണ്ട, വകയിലച്ഛനല്ല, എൻ്റെ സ്കൂളിൽ കൂടെ പഠിച്ചവരാ. ഒരു കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച സരോജിനിയെ കണ്ടു. അവൾ വഴി ഞാൻ എൻ്റെ സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചും ഗെറ്റ് ടുഗെദർ പ്ലാനിനെ കുറിച്ചും എല്ലാം അറിഞ്ഞു. Oh, wow, exciting. ഗെറ്റ് ടുഗെദർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, ഒന്ന് കറങ്ങി അടിച്ച് പൊളിക്കാമെന്ന്. പലരും ഇങ്ങനെ എന്നെപ്പോലെ ഒറ്റയ്ക്ക് തന്നെയാണ് താമസം. ഞങ്ങളെല്ലാവരും കൂടി ഒരു വാൻ ബുക്ക് ചെയ്ത് അങ്ങ് പോയി. കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങി, പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കി. അപ്പോൾ അമ്മയുടെ വാക്കിംഗ് സ്റ്റിക്ക് ദാ നിൽക്കുന്നു. മക്കളെ, വയസ്സാവുമ്പോൾ മുട്ടിനോ നടുവിനോ വേദന വന്നാൽ അപ്പം എടുത്ത് പിടിപ്പിക്കും വാക്കിംഗ് സ്റ്റിക്ക്. എൻ്റെ ഈ കൂട്ടുകാർ ആ വാക്കിംഗ് സ്റ്റിക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. എനിക്ക് അവരുടെ സ്നേഹവും കൈത്താങ്ങും തന്നു. അപ്പ അമ്മയ്ക്ക് വടി വേണ്ടേ?
ഇനി എനിക്ക് നടക്കാൻ വടിയെന്നല്ല ഒന്നും വേണ്ട. എന്തിനു പറയുന്നു, ഈ കാലം വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഗെറ്റ് ടുഗദറിന് ഡാൻസ് വരെ കളിച്ചു. അമ്മ ഡാൻസ് കളിച്ചോ? എന്താ വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾക്ക് കാണണോ? നമുക്കൊന്ന് തകർത്താലോ? മത്തായി, ജമീല, സുലോ, നമ്മളെന്നാ പൊളിക്കല്ലേ? പമ്പമേളങ്ങൾ തുള്ളിത്തുളുമ്പും, ഭങ്കരമേളങ്ങൾ ആടിത്തിമിർക്കും, സിന്ധുവും ഗംഗയും പാടുമ്പോ, കാവേരി തീരങ്ങൾ പൂക്കുമ്പോ, സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവാ. രാമായണ കാറ്റേ എന്നീലാംബരി കാറ്റേ. ഇത് ശരിയായിട്ടില്ല. താളം മാറ്റണം, രാഗം മാറ്റണം, എല്ലാം മാറ്റണം. സപ്തസ്വരങ്ങളുണ്ടല്ലോ, നമുക്ക് അത് തന്നെ പിടിക്കാം. हमको दीवाना कोई कहे कहता रहे, कितना भी हमको दीवाना, हम लोगों की ठोकर में है ये जमाना. जब साज है आवाज है, फिर किस लिए हिचकिचाना. जब साज है आवाज है, फिर किस लिए हिचकिचाना. गाएंगे हम अपने दिलों का तराना. നോക്കി നിൽക്കാതെ അടിച്ച് കേറി വാ മക്കളെ. എന്റെ മേട ചുമക്കി കമ്മൽ എന്റെ പെൺ കട്ടോണ്ട് പോയേ, എന്റെ എന്റെ അമ്മ കുടിച്ചു തീർത്തേ. മുഖമുഴം പോട്ടെ മാറിക്കൊടന്ന് കവത്തില് മാട്ടി പൊടിച്ച് മാക്കിറ സോമാറി ചമാക്കിറായ